48, 49, 50. എന്താടി ഭീമേട്ടന്റെ മസിൽ കണ്ടപ്പോ അറിയാതെ നിന്നു പോയതാ. കണ്ട പേടിയാവും. വർഷങ്ങളുടെ തപസ്യ കുട്ടി. ഞാനേ ഈ മസിലൊന്ന് തൊട്ടോട്ടെ. ഞാനാരെ അനുവദിക്കാറില്ല, എന്നാലും നീ ചോദിച്ചല്ലേ. വയറ്റില് മസിലുണ്ടോ? പിന്നെ വേണമെങ്കിൽ ഒന്ന് ഇടിച്ചു നോക്കിയോ. ആരോഗ്യമുള്ള ശരീരം ഒരു പുരുഷന്റെ സമ്പത്ത്. അതെ, ആരോഗ്യമാണ് പുരുഷന്റെ അഴകും ഭാഗ്യവും. എന്റെ ഭീമേട്ടാ, എവിടെ? അവള് മുകളിലുണ്ട്. അവള് നൂല് പോലെ ആണെങ്കിലും എന്താ ബലം. അവസാനം എന്റെ മോള് ജയിച്ചോ? മോളെ താമരേ, മോളെ താമരേ, താമരേ, അയ്യോ എന്ത് പറ്റി മോളെ? എണീക്ക്. അയ്യോ എന്താടി? അമ്മേ, ആ ദുഷ്ടൻ എന്റെ കഴുത്ത് ഞെരിച്ചു. അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യ. അയ്യോ എന്റെ ദൈവമേ. എടാ മഹാഭാവി, പ്രതീക്ഷ തന്നിട്ട് ചതിച്ചല്ലോടാ. ബാക്കി ഒരുത്തിനെ കൊണ്ടും ഈ ഉപദ്രവം ഉണ്ടായില്ല. മലമ്പാമ്പിന്റെ വായി പെട്ടതുപോലെ ആയല്ലോ. മോളെ നോക്കട്ടെ. എന്റെ ഈശ്വര, ഞാനും മോളെ ഇല്ലാത്തപ്പോ ഈ വീട് തകർന്നു പോണേ. വാ മോളെ, വാ. സാരമില്ലടി, വാ. അയ്യോടാ. എന്റെ പൊന്നെ, അയ്യോ അയ്യേ, പാപികള് മഹാത്മാഗാന്ധിയെ പോലും വെറുതെ വിടില്ല. മഹാത്മാവേ ക്ഷമിക്കണേ. ഇവിടെ വന്നേ. നിങ്ങളെ മോളവിടെ? എന്താ ധർമ്മമോനെ? ഇത് കണ്ടോ? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ അവള് വെച്ചതാ. മോന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലോ? എന്റെ അല്ല, മഹാത്മാഗാന്ധിയുടെ. അയ്യോ, മഹാത്മാഗാന്ധി അവൾക്ക് പരിചയം പോലും ഇല്ല. ആളുകൾ വെറുതെ പറയുന്നതാ. ഇത് നിങ്ങളുടെ മോൾ എഴുതിയ പ്രണയലേഖനം അല്ലേ? ആണോ? അവൾ ആദ്യമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ എഴുതുന്നത്. അവളെ എന്റെ അനുജന്മാരെ വളയ്ക്കാൻ നോക്കിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയും മോളും കൂടെ എന്തെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് തിരുത്തിക്കോ. ഞങ്ങൾ ആരും നിങ്ങളുടെ വലയിൽ വീഴില്ല. അഹിംസ മാത്രം പഠിച്ച് അതിൽ പ്രവർത്തിക്കുന്നവനാ ഞാൻ. അതുകൊണ്ടാ രണ്ടിനെ കൊല്ലാത്തത്. ഇത് അവക്ക് കൊടുത്തേക്ക്. പിടിക്കാൻ മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയണം.